കേരളത്തിലെ ഒരേ ഒരു പരശുരാമ ക്ഷേത്രം. കർക്കിടക വാവുബലിക്ക് ബലിതർപ്പണത്തിനായി 10,000 എത്തിച്ചേരുന്ന ഒരു മഹാക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്തുള്ള ശ്രീ പരശുരാമ ക്ഷേത്രത്തിലെ ബലിതർപ്പണ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ പൊന്നീസ് കോർണറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ നിത്യപൂജ നടക്കുന്ന പരശുരാമൻ്റെ പേരിലുള്ള ഏക ക്ഷേത്രമാണ് തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. കർക്കിടക വാവുബലിക്ക് ബലിതർപ്പണം നടത്തുന്ന ധാരാളം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. 2 കൊടിമരങ്ങളുള്ള ക്ഷേത്രം എന്ന നിലയിലും ശ്രീ പരശുരാമ ക്ഷേത്രം പ്രസിദ്ധമാണ്. കർക്കിടക വാവുബലിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 3500-ലധികം ആളുകൾക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിരാവിലെ 2 മണി മുതൽ ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിക്കുകയായി. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ധാരാളം ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. തൻ്റെ അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത ഭഗവാൻ പരശുരാമന്റെ സന്നിധിയിൽ ബലിയർപ്പിച്ചാൽ പരേതാത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഇവിടെ കർക്കിടവാവിന് ബലിയർപ്പിച്ചാൽ ഒരു വർഷം മുഴുവൻ ബലിയർപ്പിക്കുന്നതിൻ്റെ പുണ്യമുണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു. കരമനയാറിൻ്റെ തീരത്താണ് ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനകത്ത് തന്നെ ബലിയർപ്പിക്കാൻ കഴിയുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്നത്. 2000-ഓളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം വിഷ്ണുഭക്തനായ വില്ലുമംഗലം സ്വാമിയാണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചേരരാജാവായിരുന്ന അതിയമൻ പെരുമാൾ ഇത് പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. പരശുരാമന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യത്തോടുകൂടി പരമശിവനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശിവപ്രതിഷ്ഠ കിഴക്കോട്ടും പരശുരാമന് വടക്കോട്ടുമാണ് ദർശനം. ഇരുവർക്കും കൊടിമരമുണ്ട് എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തെ സംബന്ധിച്ച് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ആ ഐതിഹ്യം. അനന്തങ്കാട് തേടിയെത്തിയ വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ അനന്തശയ്യയായി ദർശനം നൽകിയപ്പോൾ ഭഗവാന്റെ തലഭാഗം തിരുവനന്തപുരത്തിന് തെക്കുള്ള തിരുവല്ലത്തും നടുഭാഗം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇപ്പോഴുള്ള ഭാഗത്തും കാൽഭാഗം തിരുവനന്തപുരത്തിന് വടക്ക് ഭാഗത്ത് കഴക്കൂട്ടത്തിനടുത്തുള്ള തൃപ്പാദപുരവുമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്നത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു. ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സഹായത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണത്തിന്റെ ഭാഗമായി വരുന്ന ബലിച്ചോറിന്റെ അവകാശികൾ കാക്കകളും മീനുകളുമാണ്. ആദ്യ ഭാഗം കാക്കകൾക്കായി ഇവിടെ സമർപ്പിക്കുന്നു, ബാക്കി മീനുകൾക്കായി നദിയിലും. ബലിതർപ്പണത്തിന് ശേഷം നദിയിൽ മുങ്ങിക്കുളിക്കണമെന്നാണ് ആചാരം. പക്ഷേ മുങ്ങിക്കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇവിടെ ഷവറുകളും ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് കർക്കിടക വാവുബലിയോടനുബന്ധിച്ചുള്ളതും പരശുരാമ ജയന്തിയുമാണ്. വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. പൊതുഗതാഗതം ഉപയോഗിച്ചും സ്വന്തം വാഹനം ഉപയോഗിച്ചും ഇവിടേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വെറും 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ളത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 5 കിലോമീറ്റർ ദൂരവും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. കഴക്കൂട്ടം ബൈപ്പാസിനോട് ചേർന്ന് തിരുവല്ലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
തിരുവനന്തപുരത്ത് നിന്നും കിഴക്കേക്കോട്ടയിൽ നിന്നും എല്ലാ സമയത്തും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇനി മറ്റൊരു ക്ഷേത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം.